2 പത്രോസ് 1:10 ഇങ്ങനെ പറയാം. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന് പറയുന്നത്. വിളിയും തെരഞ്ഞെടുപ്പ് എപ്പോഴും ഓർമ്മ വേണം. ഓർമ്മയില്ലെങ്കിൽ എന്ത് വരും? അവിടെ റിമൈൻഡിങ് പോയി, അല്ലെങ്കിൽ റിമംബറൻസ് പോയാൽ പോയി. റിക്കളക്ട് ചെയ്യുന്നത് ഇതിൻ്റെ അർത്ഥം നമ്മൾ എടുക്കണം. രണ്ടാമത്, നമ്മൾ പങ്കുചേരുന്നത് യേശുവിൻ്റെ പൗരോഹിത്യത്തിലാണ്. യേശുവിൻ്റെ പൗരോഹിത്യത്തിൽ, യേശുവിൻ്റെ ശുശ്രൂഷയിൽ, യേശു സാരൂപ്യത്തിൽ നമ്മൾ പങ്കുചേരുന്നത്. ആരെ റിക്കളക്ട് ചെയ്യണം? നമ്മളെ ജീവിക്കുന്ന യേശുവിനെ നമ്മൾ റിക്കളക്ട് ചെയ്യാൻ പാടില്ല. റിക്കളക്ഷൻ മലയാളം ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറയാം. സ്വരൂപിച്ചെടുക്കണം. ആ ജ്ഞാനത്തെ സ്വരൂപിച്ചെടുക്കണം. അതൊന്ന് കളക്ട് ചെയ്യണം. ശേഖരിക്കണം ചുരുക്കളത്തിന് ഏറ്റവും നല്ല മീനിങ് സ്വരൂപിച്ചെടുക്കുകയാണ്. അതൊക്കെ ഉള്ളതിനെ സ്വരൂപിച്ചെടുക്കുക, തിരിച്ചറിഞ്ഞെടുക്കുക. ഇനി അടുത്ത എന്താ ചെയ്യാൻ പോകുന്നത്? ടു റിക്കളക്ട് ദെൻ കോമറേറ്റ്. നമ്മൾ വലിയത് ചെയ്തത് കോമറേഷനാണ് അല്ലേ? അവിടെ എന്താ ചെയ്യുന്നത്? അതിനെ ആഘോഷിക്കും. അതിൽ ഇൻവോൾവ്ഡായ, ഓർമ്മയിൽ ഇൻവോൾവ്ഡായതിനെ ആഘോഷിക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഒരു നോമ്പ് കാലത്തിൽ നമ്മൾ ഈ ഓർമ്മയിലൂടെ കടന്നത്. അപ്പൊ ഇനിയാണ് ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ നോമ്പുകാല ആചരണം, അല്ലെങ്കിൽ എങ്ങനെയാണ് യേശു രഹസ്യത്തെ ഇങ്ങനെ ധ്യാനിക്കുന്നത്. ഇവിടെ നമ്മൾ തുടങ്ങുന്നത്, നാളെ തുടങ്ങുന്ന വിഭൂതി ആരംഭിച്ചു തിരിച്ചിട്ട് വരച്ചു. നമ്മളെന്ന് പറയുക പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ. നിങ്ങളെങ്ങനെയാ? പൊടിയാണോ? പൊടിയിലേക്ക് തന്നെ പോകുമോ? എന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം? നിങ്ങൾ പൊടിയാണ്, പൊടിയിലേക്ക്. എഴുപത് പുസ്തകം 3-ാം അധ്യായം 19-ാം തീയതി പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ പിന്മടങ്ങും. അങ്ങനെ പറഞ്ഞാൽ പിന്മടങ്ങും എന്ന് പറയുന്നു. അപ്പോ സങ്കീർത്തനം പറയുകയാണ്, ദാവീദ് സങ്കീർത്തനം 16 യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ അഴുകിപ്പോകുന്ന ആളല്ല. പൊടിയാണോ? എപ്പോഴാണ് പൊടിയാണെന്ന് പറഞ്ഞപ്പോഴാണ്? പാപം ചെയ്ത ആളും വീഴ്ചയുടെ സമയത്ത് ദൈവം ശപിച്ചുകൊണ്ട് പറയുന്ന കാര്യമാണ്, ഈ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ വീഴും. നമ്മൾ പാപത്തിൽ നിന്ന് മോചിതരായി യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടി മാമോദീസ സ്വീകരിച്ച സമയത്ത് നമ്മൾ യേശുക്രിസ്തുവിനോട് സംസ്കരിക്കപ്പെട്ടു എന്നാണ് ഇവിടെ പറയുക. റോമർ 6 റോമക്കാരുടെ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 4-ാം വാക്യം. അപ്പൊ അത് അവിടെ പറയുകയാണ്, നമ്മൾ വേർതിരിക്കപ്പെട്ടു, നമ്മൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടു, സംസ്കരിക്കപ്പെട്ടു. യേശുക്രിസ്തു സംസ്കരിക്കപ്പെട്ടിട്ട് എത്ര ദിവസം കുഴി കിടന്നു? എന്തുകൊണ്ടാണ് യേശുക്രിസ്തു 3 ദിവസം കിടന്നത്? പാതാളം വരെ ഇറങ്ങി എന്നൊക്കെ പറയുന്നത്. എന്തിനാ പാതാളം വരെ ഇറങ്ങി എന്ന് പറയുന്നത്? നിങ്ങൾക്ക് സംസാരിക്കാം. എന്തിനാണ് പാതാളം വരെ ഇറങ്ങി? ലാസറിനെ എന്തുവാ 4-ാം ദിവസം എത്തിച്ചത്? യേശു 3-ാം ദിവസം എത്താൻ ചിന്തിച്ചിട്ടില്ല. എത്രയോ കാലമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, യേശുക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. എന്തിനാ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു? എന്റെ ലാസർ 4-ാം ദിവസം ഉയർത്തു. യേശുക്രിസ്തു 3-ാം ദിവസം പാതാളത്തിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ ശരിക്കും മരിച്ചു എന്ന് പറയാൻ വേണ്ടിയാണ്. യഹൂദന്റെ വിശ്വാസം അനുസരിച്ച് 3 ദിവസം കൊണ്ട് ഒരാൾ അഴുകി പോകില്ല. മനസ്സിലായി? 3 ദിവസങ്ങൾക്ക് ശേഷം ഒരാൾ അഴുകി പോകും. അപ്പൊ യേശു അങ്ങനെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല എന്ന ദാവീദിന്റെ പ്രവചനം നിറവേറുകയാണ്. യേശുക്രിസ്തു 3-ാം ദിവസം. ലാസർ 4-ാം ദിവസം എടുക്കാൻ കഴിയുന്നത്. ലാസർ അഴുകിപ്പോയി. അങ്ങനെ അഴുകിപ്പോയവനെ ഉയർപ്പിക്കുന്നവനാണ് ദൈവം. ഒരു
സാധ്യതയുമില്ല. ലാസർ 3-ാം ദിവസം വരുന്നത് എന്ത് പറയും? ലാസർ ജീർണിച്ചു പോയിട്ടുണ്ട്. 4-ാം ദിവസവും അഴുകിയെന്നാണ്. അതുകൊണ്ടാണ് കുഴിമാടം തുറന്നപ്പോൾ ദുർഗന്ധം ഉണ്ടായത് പറയും. അങ്ങനെ യേശുക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തു 3 ദിവസം കുഴിയുടെ അകത്തായിരുന്നു. ആ കല്ലറയ്ക്കകത്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തു അഴുകി പോകാതെ ഉയർത്തു. അങ്ങനെ ഉയർത്ത യേശു, ആ ഉയർത്ത യേശുവിന്റെ ഉയർപ്പിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവരിക. അതുകൊണ്ടാണ് കൊറിയന്റെ ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ 12-ാം തീയതി പഠിപ്പിക്കും. എങ്ങനെയാണ് പറയുക? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉയർത്തും. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമ്മൾ ഉയർത്തുകയില്ല. യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുകയില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. എന്ത് പറയണം? യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കും. യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കും, നമ്മൾ ഉയർത്തെഴുന്നേൽക്കില്ല. അപ്പോ അങ്ങനെ പരിശുദ്ധം ജീർണിക്കാൻ അനുവദിക്കില്ല. ശരിയല്ലേ? നമ്മൾ ജീർണിക്കും. നമ്മൾ കുഴിയിലേക്ക് പോകാനുള്ളവരാണോ? ആണോ? കുഴിയിലേക്ക് മടങ്ങുമോ? നമ്മൾ കുഴിയിലേക്ക് മടങ്ങുന്നവരല്ല. നമ്മൾ ശരീരത്തിന്റെ വീണ്ടെടുപ്പിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മൾ ജീർണിച്ചു പോകാനുള്ളവരല്ല, നമ്മൾ വീണ്ടെടുക്കും. അപ്പൊ അതുകൊണ്ട് അവിടെ ഈ പൊടിയാണെന്ന് പറയാൻ കാരണം അന്ന് പാപം ചെയ്ത അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു നോക്കണം. നമ്മളെങ്ങനെയായിരുന്നു? യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിൽ അംഗമാകാൻ യോഗ്യതയുള്ളവരാണോ? നമ്മുടെ പ്രവൃത്തി വഴി, നമ്മുടെ വിചാരം വഴി, വാക്കുവഴി, ഉപേക്ഷ വഴി, ചിന്ത വഴിയൊക്കെ എങ്ങനെയാണ് സ്വർഗരാജ്യം അവകാശമാക്കാനുള്ള ധാർമ്മികമായ അവകാശം നമുക്കുണ്ട്? ഇല്ല. പക്ഷേ നിങ്ങളെ വിളിച്ചവന്റെ സവിശേഷമായ യോഗ്യതയാൽ, അവന്റെ ശക്തിയാൽ, അവന്റെ കൃപയാൽ നമ്മൾ പ്രത്യാശിക്കുകയാണ് യേശുക്രിസ്തുവിൽ. ഇല്ലേ? പുരോഹിതനാകാനൊക്കെ എളുപ്പമാണോ? എളുപ്പമാണോ? ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒട്ടും മാനുഷികമായിട്ട് ചിന്തിക്കാവുന്ന ഒരു കാര്യമല്ല. ഒരു അപ്പനാകാൻ 10-ാം ക്ലാസ് വരണം. നിങ്ങളുടെ അമ്മമാരെ കുറിച്ച് ചിന്തിച്ചു നോക്കി. എല്ലാവരും MA ഒക്കെ പഠിച്ചിട്ടാണോ? തിയോളജിയൊക്കെ പഠിച്ചിട്ടാണോ? 10-ാം ക്ലാസ് വരാനും മതി. ഒരു അച്ഛനാണെങ്കിലും അവരുള്ളതില്ല. നന്നായിട്ട് പഠിക്കണം. ഇല്ലേ? ഇംഗ്ലീഷൊക്കെ പഠിക്കണ്ടേ? അപ്പനാണ് ഇംഗ്ലീഷ്. അവർ കാര്യം മനസ്സിലാക്കേണ്ടത് വളരെ ശ്രേഷ്ഠമായ ദൈവമേൽപ്പിക്കുന്ന ദൗത്യം, ദൈവമേൽപ്പിക്കുന്ന കടമ, അതൊക്കെ വളരെ നമുക്ക് നമ്മുടെ സാധാരണ മനുഷ്യന് സാധിക്കാൻ കഴിയാത്ത കുറെ കാര്യങ്ങളാണ് ദൈവം നിങ്ങളോട് ചെയ്യുന്നത്. തെളിവ് വളരെ വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെ തെരഞ്ഞെടുത്ത് ഒരുക്കുന്ന നമ്മൾ തന്നെ എന്റെ യോഗ്യത എന്തായാലും ശരിക്കും പറഞ്ഞാൽ കൊറിയന്റെ ലേഖനം വായിച്ചിട്ടുണ്ട്. 1:26 നമ്മൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വെളിയെ കുറിച്ച് പറയുന്നത് നമ്മൾ കുലീനരോ യോഗ്യത ഇത് സ്വീകരിക്കാൻ അർഹതയുള്ളവരല്ല. ഇതൊക്കെ സവിശേഷമായ കരുണയാണ് ഇതിന്റെ അടിസ്ഥാനം. നമ്മൾ വിളിച്ചവൻ വളരെ സ്നേഹത്തോടെ നമുക്കൊരു അവസരം തരിക. ഇതിനു വേണ്ടിയാണ് അവരുടെ രാജ്യത്തിലെ ജനത്തെ ശുശ്രൂഷിക്കാൻ, അജപാലകരെ നൽകിയതാണ്. ലോകത്തെ സഭയെ ശുശ്രൂഷിക്കാൻ, സഭയെ കാത്തുപാലിക്കാൻ. അപ്പൊ അങ്ങനെയുള്ള ദൗത്യത്തിൽ ഏർപ്പെടാൻ ഇടയായത് ദൈവമഹത്വത്തെ പ്രതിയാണ്, നമ്മുടെ കഴിവിനെ പ്രതിയല്ല, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് പ്രതി. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇപ്പോഴുള്ള അവസ്ഥ എന്താ? നമ്മുടെ പ്രവൃത്തികളൊക്കെ അനുസരിക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മുടെ അതെന്തായിരിക്കും? ചിന്തിക്കുക. 2 നേരം ഒരു കറി തന്നെയാണ്, ചോറ് തന്നെയാണ്. ഇത് തന്നെയാണ്. പിന്നെ നമുക്ക് സന്തോഷവും തൃപ്തിയൊക്കെ ഉണ്ട്. പിന്നെ പലപ്പോഴും നമ്മള് വലിയപ്പുള്ളവരാണ്. തിരുവനന്തപുരം കാണുമ്പോൾ കയ്യൊക്കെ കൊടുക്കുകയും ഉള്ളിൽ എന്തൊരു കഷ്ടം, എന്തെങ്കിലുമൊക്കെ പറ്റിയ 4 മനുഷ്യനുണ്ട്. നീതീകരണ ബോധങ്ങൾ, കുറ്റപ്പെടുത്തുമ്പോൾ സഹിക്കാൻ പറ്റാതെ ഒത്തിരി നിഷേധാത്മകമായ കാര്യങ്ങൾ നമ്മളെ തന്നെ. അപ്പൊ അതൊന്നും മോശമല്ല. അതൊക്കെ നോക്കുന്നതാണ്. അതൊക്കെ സാധാരണ മനുഷ്യൻ നമ്മുടെ അകത്തുള്ളതുകൊണ്ടാണ്. ഇനി അയാളെ നമ്മൾ സംസ്കരിച്ചെടുക്കും. എവിടെ? യേശുക്രിസ്തുവിൽ. അങ്ങനെയല്ലേ? യേശുക്രിസ്തുവിൽ സംസ്കരിക്കുകയാണ്. ഈ ആളെ ഈ നമ്മളെടുത്ത വ്രതത്തിന്റെ അതേ ശക്തിയാൽ വീണ്ടും വീണ്ടും നമ്മൾ സംസ്കരിച്ച് നമ്മൾ അനുരൂപപ്പെട്ട് അനുസരണത്തിന്റെ മക്കളായി ദൈവരാജ്യം സ്വീകരിക്കാൻ പറ്റുന്നവരായിട്ട് നമ്മളെ ദൈവം മാറ്റിത്തീർക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ യോഗ്യത എന്താ? യോഗ്യത ദൈവത്തിലേക്ക് വരാനായിട്ട് യാതൊരു യോഗ്യതയും നമുക്ക്. അതുകൊണ്ട് ഒരു ദിവസത്തേക്ക് നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മൾ കൊടിയിലേക്ക് പോകാൻ അനുതാപം ഉണ്ടാകാൻ വേണ്ടി ചിന്തിക്കുകയാണ്. നമ്മൾ കൊടിയിലേക്ക് പിന്തിരിയാൻ മാത്രം കഴിയുള്ളൂ. അപ്പൊ ശരിക്കും അനുതാപം ഉണ്ടാവില്ലേ? അനുതാപം ഉണ്ടാവില്ലേ? നമ്മുടെ യോഗ്യത അനുസരിച്ച് കൊടിയിലേക്ക് പിന്തിരിയും. എന്നിട്ട് അനുതാപത്തിന്റെ ഉള്ളരിച്ചിലിന്റെ ഒരു ജീവിതം നമ്മൾ കൊണ്ടുവരികയാണ്. ഞാൻ പാപിയാണെന്ന ബോധ്യത്തിൽ എനിക്ക് യോഗ്യതയില്ലാത്ത